പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇക്കഴിഞ്ഞ മെയ് 27 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ സമുന്നത നേതാവായിട്ടുള്ള വിജയൻ്റെ തിരുവനന്തപുരത്തെ ബേക്കർ ജംഗ്ഷനിലുള്ള വീട്ടിൽ കേന്ദ്ര ഏജൻസിയായിട്ടുള്ള എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഒരു റെയ്ഡ് നടന്നു. ആ റെയ്ഡ് നടന്നതിന് സമാന്തരമായി കണ്ണൂർ ജില്ലയിലെ പിണറായിയിലെ പാണ്ഡ്യാലമുക്കിലുള്ള വിജയൻ്റെ വീട്ടിലും റെയ്ഡ് നടന്നു. വിജയൻ്റെ മരുമകനായിട്ടുള്ള മുഹമ്മദ് റിയാസിൻ്റെ കോഴിക്കോട് കോട്ടുള്ളിയിലുള്ള വീട്ടിലും റെയ്ഡ് നടന്നു. സമാന്തരമായിട്ടാണ് റെയ്ഡുകൾ നടന്നത്. അപ്പോൾ ആ റെയ്ഡ് നടന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിജയൻ ഇപ്പോൾ തിരുവനന്തപുരത്ത് താമസിക്കുന്ന കൊട്ടാര സദൃശ്യമായിട്ടുള്ള ലക്ഷങ്ങൾ വാടക നൽകിയുള്ള ആ വീട്ടിൽ റെയ്ഡ് നടന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള അനിഷ്ട സംഭവങ്ങൾ, ആക്രമണങ്ങൾ, അന്വേഷണം, അതൊക്കെ ഇപ്പോൾ ആക്രമണങ്ങൾ, അതിൻ്റെ അന്വേഷണമൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബേക്കർ ജംഗ്ഷനിലുള്ള വിജയൻ്റെ വീട്ടിലാണ് വിജയനും മകൾ വീണയും ഉണ്ടായിരുന്നത്. അവിടെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥന്മാർ ചെന്നു. വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ നടന്നു. ആ ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് പുറത്തേക്ക് അവരിറങ്ങുമ്പോഴാണ് അവർ അതിഭീകരമായി CPM-ൻ്റെ ഗുണ്ടകളാൽ ആക്രമിക്കപ്പെട്ടത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങൾ ഇപ്പോൾ കൊടുമ്പിരി കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഞാൻ ഈ വീഡിയോയിൽ ഇന്ന് എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ പോകുന്നത് തിരുവനന്തപുരത്ത് ആ റെയ്ഡ് നടന്നതിന് സമാന്തരമായി കണ്ണൂർ ജില്ലയിലെ പിണറായിയിലെ പാണ്ഡ്യാലമുക്കിലെ വിജയൻ്റെ തൈക്കണ്ടി വീട്ടിലും റെയ്ഡ് നടന്നിരുന്നു. അപ്പോൾ കണ്ണൂർ ജില്ലയിൽ വിജയനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിജയൻ്റെ വീട്ടിൽ റെയ്ഡ് നടന്നപ്പോഴും ആ റെയ്ഡ് നടന്നതിനെ തുടർന്ന് പിന്നീടുള്ള തൊട്ടടുത്തുള്ള ദിവസങ്ങളിലും കണ്ണൂർ ജില്ലയിൽ എന്ത് നടന്നു എന്നത് സംബന്ധിച്ച് ചില വിശദാംശങ്ങൾ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോയിലൂടെ ശ്രമിക്കാം. അത് വളരെ പ്രധാനമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. യഥാർത്ഥത്തിൽ രണ്ട് കാരണം കൊണ്ട് ആ സംഭവ വികാസങ്ങൾ എന്താണെന്ന് നമ്മൾ അറിയേണ്ടത് പ്രധാനപ്പെട്ടതാണ് എന്നെനിക്ക് തോന്നുന്നു. ഒന്ന്, CPM-ൻ്റെ ഇന്ന് ജീവിച്ചിരിക്കുന്ന നേതാക്കന്മാരിൽ ഏറ്റവും പ്രമുഖൻ ആരാണെന്ന് ചോദിച്ചാൽ അത് വിജയനാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ലല്ലോ. ഒരർത്ഥത്തിൽ ഇന്ത്യയിലെ തന്നെ CPM-ൻ്റെ ഏറ്റവും തലമുതിർന്ന നേതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ വിജയനാണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ മണി സർക്കാരിനെ പോലുള്ളവരൊക്കെ ഉണ്ടെങ്കിലും അവരെക്കാളൊക്കെ സീനിയറാണ് വിജയൻ. 80 വയസ്സ് കഴിഞ്ഞ മനുഷ്യൻ, നേതാവ്. അദ്ദേഹം പോളിറ്റ് ബ്യൂറോ മെമ്പറായിട്ട് 2 പതിറ്റാണ്ടുകൾ കഴിഞ്ഞു. അദ്ദേഹം 16 വർഷക്കാലം CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. 10 വർഷക്കാലം കേരളത്തിൽ CPM-ൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. പാർട്ടി സെക്രട്ടറി ആകുന്നതിന് മുമ്പ് സംസ്ഥാന മന്ത്രിയായിരുന്നു. ഇപ്പോൾ അദ്ദേഹം CPM-ൻ്റെ ഈ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് കൂടിയാണ്. അപ്പോൾ CPM-ൻ്റെ ഏറ്റവും സമുന്നതനായിട്ടുള്ള നേതാവാണ് വിജയൻ. ഇനി മറുഭാഗത്ത് കേരളത്തിലെ CPM-ൻ്റെ ചുവന്ന കോട്ടയാണ് കണ്ണൂർ ജില്ല. ഏറ്റവും കൂടുതൽ പാർട്ടി മെമ്പർഷിപ്പുള്ള ജില്ല, ഏറ്റവും കൂടുതൽ അനുഭാവികളുള്ള ജില്ല, കഴിഞ്ഞ 3-4 പതിറ്റാണ്ടുകളായി കേരളത്തിലെ CPM-നെ നിയന്ത്രിക്കുന്ന ജില്ല, വിജയൻ്റെ ജില്ല, MV ഗോവിന്ദൻ്റെ ജില്ല, EP ജയരാജൻ, PK ശ്രീമതി, KK ശൈലജ മുതലായിട്ടുള്ള CPM-ൻ്റെ ഉന്നതരായിട്ടുള്ള നേതാക്കന്മാർ വരുന്ന ജില്ല, CPM-ന് ഏറ്റവും കൂടുതൽ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുള്ള ജില്ല, CPM-ൻ്റെ സംസ്ഥാന കമ്മിറ്റിയിൽ ഏറ്റവും കൂടുതലുള്ളത് കണ്ണൂർ ജില്ലയിൽ നിന്നുള്ളവരാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റിലും കണ്ണൂർ ജില്ലയിൽ നിന്നുള്ളവരാണ്. കഴിഞ്ഞ 2-3 പതിറ്റാണ്ട് കാലമായി CPM-നെ ഭരിക്കുന്ന ജില്ല. CPM-ൻ്റെ കേരളത്തിലെ ചുവന്ന കോട്ട ഏതാണെന്ന് ചോദിച്ചാൽ ഒരു തർക്കവുമില്ലാതെ നമുക്ക് പറയാൻ പറ്റും, അത് കണ്ണൂരാണ്. ഇത്തവണ കുറേ തിരിച്ചടികൾ അവിടെ നേരിട്ടിട്ടുണ്ട് എന്നാണെങ്കിൽ പോലും കേരളത്തിലെ CPM-ൻ്റെ ചുവന്ന കോട്ടയാണ് കണ്ണൂർ ജില്ല. സുഹൃത്തുക്കളെ, സ്വാഭാവികമായും ആ കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള CPM-ൻ്റെ ഏറ്റവും ഉന്നത നേതാവായിട്ടുള്ള പിണറായി വിജയൻ്റെ വീട്ടിൽ ഒരു കേന്ദ്ര ഏജൻസി റെയ്ഡ് ചെയ്തപ്പോൾ എന്താണ് സംഭവിച്ചത്, അതിനെ തുടർന്ന് ആ റെയ്ഡ് കണ്ണൂർ ജില്ലയിൽ ഉയർത്തിയ പ്രതികരണം എന്താണ്,
CPM എങ്ങനെ ആ റെയ്ഡിനോട് പ്രതികരിച്ചു, CPMൻ്റെ അണികൾ ആ റെയ്ഡിനോട് എങ്ങനെ പ്രതികരിച്ചു, അതൊക്കെ നമ്മൾ വിശദമായി ഒന്ന് പരിശോധിക്കുന്നത് ഈ അവസരത്തിൽ നന്നായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. സുഹൃത്തുക്കളെ, അങ്ങനെ പരിശോധിക്കുമ്പോൾ CPMൻ്റെ സമുന്നത നേതാവായിട്ടുള്ള വിജയൻ്റെ വീട് റെയ്ഡ് ചെയ്തപ്പോൾ CPMൻ്റെ ചുവന്ന കോട്ടയായിട്ടുള്ള കണ്ണൂർ ജില്ലയിൽ ഒരു ഇലയനക്കം പോലും ഉണ്ടായില്ല എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകും. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്താ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിൽ തന്നെ CPMൻ്റെ ഏറ്റവും സമുന്നത നേതാവായിട്ടുള്ള വിജയൻ, CPMൻ്റെ ചുവന്ന കോട്ടയായിട്ടുള്ള കണ്ണൂർ ജില്ല. അപ്പോൾ കണ്ണൂർ ജില്ലയിലുള്ള വിജയൻ്റെ വീട്ടിൽ ഒരു കേന്ദ്ര ഏജൻസി റെയ്ഡ് നടത്തുമ്പോൾ കണ്ണൂർ ജില്ലയിൽ എന്തൊക്കെയായിരുന്നു സംഭവിക്കേണ്ടിയിരുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. ഒന്ന്, സ്വാഭാവികമായും ആ റെയ്ഡ് നടക്കുന്നതിനെ തടയാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങൾ ഉണ്ടാവേണ്ടതായിരുന്നു. വിജയൻ്റെ പിണറായിയിലെ പാണ്ഡ്യാലമുക്കിലുള്ള തൈക്കണ്ടി വീട്ടിന് മുന്നിൽ നൂറുകണക്കിന് ആളുകൾ സംഘം ചേരേണ്ടതായിരുന്നു. വിജയൻ്റെ വീട്ടിൽ റെയ്ഡ് നടക്കുന്ന സമയത്ത് സമാന്തരമായി കണ്ണൂർ ജില്ലയിൽ ആകെ ചെറുതും വലുതുമായിട്ടുള്ള പ്രകടനങ്ങൾ നടക്കേണ്ടതായിരുന്നു. റെയ്ഡ് നടന്ന ദിവസമോ അതിൻ്റെ തൊട്ടുപിറ്റേന്നോ കണ്ണൂർ ടൗണിൽ ആയിരങ്ങൾ പങ്കെടുക്കുന്ന വലിയ പൊതുയോഗങ്ങൾ നടക്കേണ്ടതായിരുന്നു. എന്നിട്ട് പറയുന്നു, വിജയൻ്റെ പാണ്ഡ്യാലമുക്കിലുള്ള വീട്ടിൽ റെയ്ഡ് നടക്കുമ്പോഴത്തേക്കും അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തൊട്ടാകെ വലിയ ചെറുതും വലുതുമായിട്ടുള്ള പ്രകടനങ്ങളും പൊതുയോഗങ്ങളും ഒക്കെ നടക്കേണ്ടതായിരുന്നു. റെയ്ഡ് നടന്ന അന്ന് രാത്രി കണ്ണൂർ ജില്ലയിലാകെ പന്തം കൊളുത്തി പ്രകടനം നടക്കേണ്ടതായിരുന്നു. വിജയൻ്റെ വീട് കണ്ണൂരിൽ റെയ്ഡ് നടക്കുമ്പോൾ കണ്ണൂരിൽ പാർട്ടി അണികൾ അക്രമാസക്തരാകേണ്ടതായിരുന്നു. വലിയ സംഘർഷം ഉണ്ടാകേണ്ടതായിരുന്നു. അങ്ങനെ എന്തൊക്കെ കണ്ണൂർ ജില്ലയിൽ നടക്കേണ്ടതായിരുന്നു. സുഹൃത്തുക്കളെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. ആയിരങ്ങൾ പങ്കെടുക്കുന്ന വലിയ പൊതുയോഗം, പ്രതിഷേധം നടക്കേണ്ടതായിരുന്നില്ലേ? സുഹൃത്തുക്കളെ, എന്നാൽ എന്താണ് കണ്ണൂരിൽ സംഭവിച്ചത്? കണ്ണൂരിലെ പാണ്ഡ്യാലമുക്കിലുള്ള തൈക്കണ്ടി വീട്ടിൽ രാവിലെ ഏതാണ്ട് ഒരു 6-7 മണി സമയത്ത് റെയ്ഡ് നടത്താനായിട്ട് ആളുകൾ ചെന്നു. അപ്പോൾ അവിടെ വിജയനും ഭാര്യയും മക്കളൊന്നും ഉണ്ടായിരുന്നില്ല. അവർ തിരുവനന്തപുരത്തെ പഞ്ചനക്ഷത്ര സൗകര്യങ്ങളുള്ള വീട്ടിലായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് ആരുടെ കയ്യിലാണ് താക്കോലുണ്ടെന്ന് ചോദിച്ചു. ആ താക്കോൽ കയ്യിലുള്ള ആളെ വിളിച്ച് അവർ വീട് തുറന്ന് അവർ റെയ്ഡ് ആരംഭിച്ചു. അതുകൊണ്ട് 6-6:15 മണിക്കാണ് ആരംഭിച്ചത്. ഏതാണ്ടൊരു 7:30-8 മണിയോടുകൂടി കുറേ ആളുകൾ അവിടെ നിന്നൊക്കെ അവിടെ വന്നു. തടിച്ചുകൂടി എന്ന് പറയാൻ പറ്റില്ല, വന്നു. ആദ്യം ഒരു 10-50-100ഓളം ആളുകൾ വന്നു. പിന്നെ അത് ഏതാണ്ട് ഒരു 10-200 ആളുകളായിട്ട് മാറി. ആ വന്നവർ വന്നിട്ട് ഇഡിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചു. ഇഡിയുടെ കൈയും കാലും ഒക്കെ തല്ലി ഒടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മുദ്രാവാക്യങ്ങൾ വിളിച്ചു. ഏതാണ്ട് 100-150 പേര് അവിടെ വന്നു. ഏതാണ്ട് ഒരു 9:30-10 മണി സമയമായപ്പോൾ CPMൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ P ജയരാജൻ വന്നു. പിന്നെ എനിക്ക് തോന്നുന്നു KK ശൈലജ വന്നു, EP ജയരാജൻ വന്നു. അങ്ങനെ ഒരു 5-6 നേതാക്കന്മാർ അവിടെ വന്നു. അവിടെ വന്നിട്ട് ഒരുമാതിരി യന്ത്രം സംസാരിക്കുന്ന പോലെ യാന്ത്രികമായി അവരെന്തൊക്കെയോ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു. അവിടെ കൂടി നിന്ന് യാന്ത്രികമായി കുറച്ച് മുദ്രാവാക്യങ്ങളൊക്കെ വിളിച്ചു കുറച്ച് കഴിഞ്ഞിട്ട് അവരങ്ങ് പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് റെയ്ഡ് നടത്തിയ ഉദ്യോഗസ്ഥന്മാർ ഇറങ്ങിപ്പോയി. അവിടെ ആക്രമണവും സംഘർഷവും ഒന്നും ഉണ്ടായില്ല. കുറേ മുദ്രാവാക്യം വിളി നടന്നു. അതല്ലാതെ ഇന്ത്യയിലെ തന്നെ CPMൻ്റെ സമുന്നത നേതാവായിട്ടുള്ള പിണറായി വിജയൻ്റെ വീട് തറവാട് വീട്ടിൽ CPMൻ്റെ ചുവന്ന കോട്ടയായിട്ടുള്ള കണ്ണൂരിൽ മോദിയുടെ കേന്ദ്ര ഏജൻസി ആയിട്ടുള്ള എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വന്നൊരു റെയ്ഡ് നടത്തി പോയിട്ട് അവിടെ ഒരു ഇല പോലും അനങ്ങിയില്ല. 10-10:30 മണിയായപ്പോഴത്തേക്ക് കണ്ണൂരിലേക്ക് ആകെ ഈ വിവരം പടർന്നു, കാട്ടുതീ പോലെ പടർന്നു. പക്ഷെ ഒരിടത്തും ഒരു അനക്കവും ഉണ്ടായില്ല. ചെറുതും വലുതുമായിട്ടുള്ള പ്രകടനങ്ങൾ നടന്നില്ല, സംഘർഷങ്ങൾ ഉണ്ടായില്ല, ലാത്തിച്ചാർജ് ഉണ്ടായില്ല, ഒന്നും കണ്ണൂർ ജില്ലയിൽ ഒന്നും സംഭവിച്ചില്ല. ഒരു ഇലയനക്കം പോലും കണ്ണൂരിൽ ഉണ്ടായില്ല. അന്ന് വൈകിട്ടൊരു പ്രതിഷേധ യോഗം പോലും നടന്നില്ല. അവസാനം 3-4 ദിവസം കഴിഞ്ഞപ്പോഴാണ് മമ്പറം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഒരു പ്രതിഷേധ യോഗം നടക്കുകയും അതിൽ വിജയൻ പങ്കെടുക്കുകയും ചെയ്തത്. അപ്പോൾ ഫലത്തിൽ എന്താ സംഭവിച്ചത്? CPMൻ്റെ ഏറ്റവും സമുന്നതനായിട്ടുള്ള പരമോന്നതനായിട്ടുള്ള നേതാവ്, CPMൻ്റെ ചുവന്ന കോട്ട,
CPM-ന് ഏറ്റവും കൂടുതൽ പാർട്ടി അംഗങ്ങളുള്ള ജില്ല, കഴിഞ്ഞ 3-4 പതിറ്റാണ്ടുകളായി കേരളത്തിലെ പാർട്ടിയെ നിയന്ത്രിക്കുന്ന ജില്ല, ആ ജില്ലയിൽ മോദിയുടെ കേന്ദ്ര ഏജൻസി വന്ന് ആ പരമോന്നത നേതാവിൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്തി പോയിട്ട് കണ്ണൂർ ജില്ലയിൽ ഒന്നുമേ സംഭവിച്ചില്ല. കണ്ണൂർ ജില്ലയിൽ ഒരു ആളനക്കം പോലും ഉണ്ടായില്ല. കണ്ണൂർ ജില്ലയിൽ ഒരു പന്തം കൊളുത്തി പ്രകടനം നടന്നില്ല, സംഘർഷമുണ്ടായില്ല, ചെറിയ പൊതുയോഗങ്ങളോ വലിയ പൊതുയോഗങ്ങളോ നടന്നില്ല, പ്രതിഷേധങ്ങളോ ഒന്നും നടന്നില്ല എന്ന് പറയുമ്പോൾ CPM ഇന്ന് എത്തി നിൽക്കുന്ന അവസ്ഥ എന്താണ് എന്നുള്ളത് അതിൽ നിന്ന് നമുക്ക് കൃത്യമായി ബോധ്യമാകില്ലേ സുഹൃത്തുക്കളെ? സ്വന്തം ജില്ലയിൽ പോലും, പാർട്ടിയുടെ ഏറ്റവും വലിയ ചുവന്ന കോട്ടയിൽ പോലും, പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ അംഗത്വമുള്ള ജില്ലയിൽ പോലും വിജയൻ്റെ വീട്ടിൽ റെയ്ഡ് നടന്നപ്പോൾ കുറച്ച് 5-6 നേതാക്കന്മാരെ അവിടെ വന്ന് കുറച്ച് മുദ്രാവാക്യങ്ങളും വിളിച്ച് കുറച്ച് മുഷ്ടിയും ചുരുട്ടിയിട്ട് പിരിഞ്ഞു പോയി എന്നുള്ളതല്ലാതെ വേറൊന്നും നടന്നില്ല എന്ന് പറയുമ്പോൾ ഈ പാർട്ടിയുടെ ഇന്നത്തെ അവസ്ഥ, ആ പാർട്ടിയിലെ വിജയൻ്റെ ഇന്നത്തെ ദയനീയവും പരിതാപകരമായിട്ടുള്ള അവസ്ഥ ഇതാണ്. ഇതിൽ നിന്ന് ഈ സംഭവത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്.